ഇയ്യോബ് 38:11 ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. തിരമാലകൾ പോലെ വിവിധ പ്രശ്നങ്ങളാൽ ജീവിതം ആടിയുലയുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനം 107:26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, നിങ്ങൾ ഇന്ന് എത്ര വലിയ കഷ്ടത്തിൽ ആയിരുന്നാലും അതിന് അതിരു കൽപ്പിച്ച് നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തി നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ദൈവം സർവശക്തനാകുന്നു. സങ്കീർത്തനം 65:6-7 വാക്യങ്ങളിൽ അവൻ ബലം അരക്കി കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു എന്നും 2 ശമൂവേൽ 22:1 മുതലുള്ള വാക്യങ്ങളിൽ മരണത്തിന്റെ തിരമാല എന്നെ വളഞ്ഞു, ദുഷ്ടതയുടെ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ നിലവിളി അവന്റെ ചെവികളിൽ എത്തി. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ വിടുവിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നത് പോലെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ പകയ്ക്കുന്നവരും പരിഹസിക്കുന്നവരുമൊക്കെ എത്ര ബലമേറിയവർ ആയിരുന്നാലും നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവ് നമ്മളെ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.